ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ മൂത്ത മോളെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന സമയമായിരുന്നു. ഞങ്ങൾ 6 പേരടങ്ങുന്ന ഒരു മെസ്സേജ് ഗ്രൂപ്പ്. അതിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഉപവസിച്ച് നമ്മൾ എടുത്ത് മെസ്സേജ് കൊടുക്കുക എന്നതായിരുന്നു അവിടെ എൻ്റെ ദൗത്യം. ഞങ്ങളുടെ മക്കളും ഒപ്പം ഞങ്ങളോടൊപ്പം വരും. അവരും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, കൊച്ചു കൊച്ചു പ്രേക്ഷിത പ്രവർത്തികളൊക്കെ ചെയ്യും. ഇവൾ ഓരോ ദിവസവും ഞാൻ എത്ര ജപമാല ചൊല്ലി, ഇന്ന് ഉപവാസമാണോ, കുരിശിൻ്റെ വഴി ചൊല്ലിയോ എന്നൊക്കെ ഭയങ്കര അന്വേഷണം. ഞാൻ വിചാരിച്ചത് ഇവൾ വെറുതെ അന്വേഷിക്കുന്നതായിരിക്കുമെന്നാണ്. പക്ഷേ അതിലൊരു രഹസ്യമുണ്ടായിരുന്നു. എൻ്റെ മോള് അത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒത്തിരി പഠിക്കാനുള്ള സമയത്ത് ഇവൾക്ക് പ്രാർത്ഥിക്കാൻ സമയം തീരെ കുറവായിരിക്കും. അപ്പോൾ ഇവൾ ചെയ്യുന്ന കാര്യം, ഈശോയെ, ഇന്ന് എൻ്റെ മമ്മി കുരിശിൻ്റെ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്, ഉപവസിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ, ഇന്ന് 10 ജപമാല എൻ്റെ മമ്മി ചൊല്ലിയിട്ടുണ്ട്. ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിൻ്റെ ഷെയർ എനിക്ക് വേണം. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ പെട്ടെന്ന് സാധിച്ചു കൊടുക്കുമായിരുന്നു എന്നാണ് മോള് പറയുന്നത്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മോൾ ഈ വിവരം എന്നോട് പറയുന്നത്. ഇത് കേട്ടപ്പോൾ ഞാനും പെട്ടെന്ന് ഞെട്ടിപ്പോയി. നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കളാണ് അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് എത്ര സത്യമാണ്. എൻ്റെ പ്രാർത്ഥനയുടെ പ്രതിഫലം ഞാൻ അറിയാതെ എൻ്റെ മോൾക്ക് നൽകി കർത്താവ് അവളെ അനുഗ്രഹിച്ചു. പ്രാർത്ഥിക്കുന്ന മക്കളെ ദൈവം വെറും കൈയോടെ പറഞ്ഞയക്കില്ല എന്ന് എൻ്റെ ജീവിത അനുഭവമാണ്. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾക്ക് ഇങ്ങനെയും അനുഗ്രഹം നേടാം. പ്രാർത്ഥിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈശോ തരില്ല കേട്ടോ. പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടായിട്ടും തീരെ സമയം കിട്ടാത്ത മക്കൾക്കാണ് കർത്താവ് ഈ അനുഗ്രഹം തരുന്നത്. ഞാൻ ഈ കാര്യം എൻ്റെ ഫാമിലിയുമായി വളരെ അടുത്ത ബന്ധമുള്ള അച്ഛനോട് പറഞ്ഞു. അച്ഛന് ഭയങ്കര അതിശയമായി. അച്ഛൻ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന കേട്ടിട്ടേ ഇല്ല എന്നാണ്. സമ്പത്തിൻ്റെ ഷെയർ ചോദിക്കുന്ന മക്കളെ കാണാറുണ്ട്, പക്ഷേ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഷെയർ ചോദിക്കുന്ന ആളെ ആദ്യമായാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞ് അച്ഛൻ വളരെ സന്തോഷത്തോടെ ചിരിച്ചു. പ്രിയമുള്ളവരെ, ഓരോ മാതാപിതാക്കളും സ്വന്തം മക്കളെ യേശുവിനെ വിശ്വസിപ്പിച്ച് നല്ല മക്കളായി വളർത്തിയെടുക്കണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.